അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവർ, നമുക്കൊക്കെയും അറിയാം, പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ് നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലേണ്ട, സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു മഹത്തായ രാവും പകലുമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാത്രം നീക്കി വെക്കണം. അള്ളാഹു സ്വലാത്ത് ചൊല്ലി വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുത്തായ തങ്ങളെ ഉറക്കിൽ പല തവണ കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ. അവിടുത്തെ പരിശുദ്ധ മദീനയിൽ പല തവണ എത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിഷയം, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം കടന്നു വരാൻ, പണമില്ലാത്തവർക്ക്, കയ്യിൽ തീരെ പണമില്ലാത്തവർക്ക് പണം ഉണ്ടാക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരാൻ, ആ അത്ഭുതം എന്ന നിലക്ക് നാം വിചാരിക്കാത്ത റൂട്ടിലൂടെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ, ഇസ്സത്തുള്ള ജീവിതം നയിക്കാൻ, നല്ലൊരു വീട് ലഭിക്കാൻ, അങ്ങനെ എല്ലാത്തിനും പണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ പണം നമ്മുടെ കയ്യിൽ, സമ്പത്ത് നമ്മുടെ കയ്യിൽ എത്തിക്കിട്ടാൻ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച വെള്ളിയാഴ്ച ദിവസം ചെയ്ത് പരീക്ഷിച്ച ഒരു അത്ഭുത മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്താണത്? മഹാന്മാർ പറയുന്നു, മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅ നിസ്കാരത്തിന് ശേഷം ഒരാൾ പാരായണം ചെയ്യുന്നു, ഓതുന്നു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 മറ, 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ജുമുഅ നിസ്കാരത്തിന് ശേഷം ഓതണം. അതേപോലെ തന്നെ വസല്ല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 മറ, മുത്തായ തങ്ങളുടെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 100 തവണ ചൊല്ലണം. അതിനുശേഷം ഈ പറയാൻ പോകുന്ന ചെറിയൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ചെറിയൊരു പ്രാർത്ഥന 70 മറ, 70 തവണ ചൊല്ലണം. 70 തവണ ചൊല്ലണം. എന്നാൽ ലം തമുറ ജുമുഅത്താനി ഹത്താ യുഗ്നിയഹു അല്ലാഹു തആല, അടുത്തൊരു ജുമുഅ അവനിൽ നിന്ന് വിട്ടുകിടക്കുകയില്ല. അദ്ദേഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യവനാക്കിയിട്ടല്ലാതെ, അതായത് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി അവനിക്ക് ലഭിച്ചിട്ടല്ലാതെ അടുത്തൊരു വെള്ളിയാഴ്ച അവനിൽ നിന്ന് വിട്ടുകിടക്കുകയില്ല. അത്രയും മഹത്വമുള്ളൊരു ഒരു ആരാധനയാണ് ഈ പറഞ്ഞത്. ഇത് നമുക്ക് നല്ല വിശ്വാസത്തോടുകൂടെ ഇതിനെക്കുറിച്ച് മഹാന്മാർ പറയുന്നത് തന്നെ ഫായിദത്തുൽ ഗൈന, ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ഒരു ഫായിദയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രയും മഹത്വമുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ഇഖ്ലാസോടെ തന്നെ ചെയ്യുമ്പോൾ ഒരു സംശയ രോഗം നമുക്ക് ആദ്യമായി ഒഴിവാക്കണം. പിന്നെയാണ് നമുക്കത് ചെയ്യേണ്ടത്. സംശയത്തോടുകൂടെ ചെയ്താൽ ഒരിക്കലും നടക്കുകയില്ല. പ്രധാനമായും നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസത്തോടുകൂടെ ചെയ്താൽ തീർച്ചയായും നമുക്ക് അല്ലാഹു തആല വഴി കാണിച്ചിരിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.